ബന്ധമുള്ള ഒരു സുഹൃത്തിൻ്റെ ഭാര്യ വളരെ അപ്രതീക്ഷിതമായൊരു രോഗത്തിൽ അഡ്മിറ്റായ വാർത്ത അറിഞ്ഞപ്പോൾ നമ്മുടെ സമീപ പ്രദേശത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ അദ്ദേഹത്തെ കാണാൻ പോയ ഒരനുഭവം ഇന്നലെ വീണ്ടും ഓർക്കേണ്ടി വന്നു. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ വളരെ ചെറിയ പ്രായമുള്ള 1.5 വയസ്സ് 2 വയസ്സാകാത്ത കുഞ്ഞും പുറത്തുണ്ട്. ഭാര്യ അബോധാവസ്ഥയിൽ ICUവിൻ്റെ ഉള്ളിലാണ്. അദ്ദേഹത്തെ കണ്ടു, ചേർത്ത് പിടിച്ചു. വളരെ പെട്ടെന്ന് കാരണമെന്തെന്നറിയാതെ അബോധാവസ്ഥയിലായ ഭാര്യ കുറേ മണിക്കൂറുകൾ പിന്നിട്ടിട്ടും അവർ ബോധാവസ്ഥയിലേക്ക് വരുന്നില്ല. ഡോക്ടർമാർക്ക് പ്രത്യേകിച്ചൊന്നും കണ്ടെത്താനും കഴിയുന്നില്ല. അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു. അദ്ദേഹം വളരെ വലിയ നന്മകൾ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം ചെയ്ത എനിക്കറിയുന്ന ഒരു നന്മ അദ്ദേഹത്തെ ഞാൻ ഓർമ്മപ്പെടുത്തി. നിങ്ങൾ ഇത് മുൻനിർത്തി അള്ളാഹുവോട് പ്രാർത്ഥിക്കണം. എന്നിട്ട് ഗുഹാമുഖത്ത് കല്ല് അകപ്പെട്ട മനുഷ്യരുടെ കഥ ഞാൻ പറഞ്ഞു കൊടുത്തു. ആ കല്ല് വലിയ ക്രൈനും മറ്റൊന്നും ഉപയോഗിച്ചാൽ, പുതിയ കാലത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങനെ പോലും നീക്കാൻ കഴിയാത്ത വലിയൊരു മല മുന്നിൽ വന്ന് അടഞ്ഞു പോയപ്പോൾ അതിൽ നിന്ന് അവർ ചെയ്ത നന്മകൾ മുൻനിർത്തി പ്രാർത്ഥിച്ചാണ് രക്ഷപ്പെട്ടത്. അതുകൊണ്ട് നിങ്ങൾ ചെയ്ത ഈ നന്മ മുൻനിർത്തി നിങ്ങൾ പ്രാർത്ഥിക്കും എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പം അദ്ദേഹം എന്നോട് വളരെ പേഴ്സണലായ അദ്ദേഹത്തിൻ്റെ ഒരു വിഷമം പറഞ്ഞു. ഞാനിങ്ങനെ കൂട്ടിക്കിഴിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു 10 മിനിറ്റ് മുമ്പ് ഞാനും അവളും തമ്മിൽ സംസാരിച്ചിരുന്നു. എന്നിട്ട് പിന്നെ അയാൾ സ്റ്റക്കായി, അയാൾക്ക് പറയാൻ പറ്റുന്നില്ല. പിന്നെ അയാൾ തൊണ്ടയിടറി പൂർത്തിയാക്കാൻ കഴിയാത്ത വാക്കുകളിൽ പറഞ്ഞു തീർത്ത കാര്യം ഇതായിരുന്നു: ഞാനും അവളല്ല, ഞാൻ അല്ലെങ്കിലും പറഞ്ഞു തുടങ്ങുമ്പോൾ ഞാനാണ് പറയാറ്, പിന്നെ അവൾ മിണ്ടാറില്ല, അവളങ്ങനെ ഇരിക്കും. ഞാൻ അവളുടെ ഉപ്പാനെ പറ്റി ഒരു വാക്ക് പറഞ്ഞു. അത് പറയുമ്പോഴൊക്കെ അവൾ വളരെ വിഷമിക്കാറുണ്ട്. ഞാനതിന് മാപ്പും പറയാറുണ്ട്. ഈ സംസാരം കഴിഞ്ഞ് അവൾ അവിടെ ഇരുന്നിരുന്നു. പിന്നെ അവൾ അബോധാവസ്ഥയിൽ കിടക്കുന്നതാണ് ഞാൻ കണ്ടത്. അപ്പോൾ എൻ്റെ ആ സംസാരമായിരിക്കുമോ ഇതിൻ്റെ ഒരു കാരണം എന്നെനിക്കിപ്പോൾ തോന്നുകയാണ്. ഡോക്ടേഴ്സ് പലജാതി ടെസ്റ്റ് നടത്തി, ഒന്നും കിട്ടണില്ല. അപ്പോൾ ആ വിവരം കൂടി ഡോക്ടറോട് പറയാൻ വേണ്ടി പറഞ്ഞു. സൈക്കാട്രിക് ഡോക്ടറൊക്കെ വന്നു. അതൊരു നല്ല ലീഡായിരുന്നു അവർക്ക്, ഡോക്ടേഴ്സിനുള്ള നല്ലൊരു ലീഡായിരുന്നു. അത് വെച്ച് അവർ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ മൂവ് ചെയ്തു. പൂർണ്ണമായി ആരോഗ്യത്തിലേക്ക് കുറഞ്ഞ മണിക്കൂറുകൾ കൊണ്ട് അവർ തിരിച്ചു വന്നു. എൻ്റെ വിഷയത്തിന് പറയാവുന്ന ഏറ്റവും നല്ലൊരു ആമുഖമാണിത് എന്ന് 100% ബോധ്യമുള്ളതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് എന്തുകൊണ്ട് പുതിയ തലമുറ വിവാഹത്തിന് സന്നദ്ധമാകുന്നില്ല എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഉത്തരത്തിൽ ഏറ്റവും ശരിയായി കണ്ടെത്തേണ്ട ഉത്തരം വീട്ടിലും കുടുംബത്തിലും ബന്ധത്തിലുമൊക്കെ അവർ കാണുന്നത് പരസ്പരം ചേർത്ത് പിടിക്കുന്ന, പരസ്പരം പ്രണയിക്കുന്ന ദാമ്പത്യങ്ങളല്ല, മറിച്ച് കലഹങ്ങളാണ്. പലപ്പോഴും ഭാര്യാഭർത്തൃ ബന്ധത്തിലുണ്ടാകുന്ന കലഹങ്ങൾ അത് പുറത്തേക്ക് വരാത്ത കലഹങ്ങളുണ്ട്. പുറത്തേക്ക് വരുന്നതാവുമ്പോൾ അതങ്ങനെ നാട്ടിലറിഞ്ഞങ്ങനെ തീർന്നു പോയിക്കോളും. പക്ഷെ പലതും ഉള്ളിലേക്ക് ഒതുക്കി വെച്ച് സഹിച്ച് തീരുന്ന കുറേ കേസുകളുണ്ട്. തുടർച്ചയായ പിണക്കങ്ങളുണ്ട്, ഇടവേളകളിലെ പിണക്കങ്ങളുണ്ട്. അതൊക്കെ 100% കുട്ടികൾ അവർ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. ചെറിയ പ്രായം മുതൽ അവരത് അറിയുന്നുണ്ട്. ആ നിലക്ക് അവർ കാര്യങ്ങളെ വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയണ, ഞാനും കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും സ്വയം പ്രതിക്കൂട്ടിൽ കയറി നിന്ന് ആത്മവിമർശനം നടത്തേണ്ടതാണ്. ഈ ഖുത്തുബ മൂപ്പര് കേൾക്കേണ്ട ഖുത്തുബയായിരുന്നു, നല്ല ഭാര്യ ആലോചിക്കേണ്ടത്. ഇതോള് കേൾക്കേണ്ട ഖുത്തുബയാണ്, നല്ല ഭർത്താവും ചിന്തിക്കേണ്ടത്. മറിച്ച് നമുക്ക് നമ്മെ പ്രതിസ്ഥാനത്ത് നിർത്തി എനിക്ക് എന്തൊക്കെ എഡിറ്റ് ചെയ്യാനുണ്ട് എന്ന് സ്വയം ചോദിക്കേണ്ട ഒരു സ്പേസാണിത്. മനസ്സിൽ ഇഷ്ടംപോലെ സ്നേഹമുണ്ട് സുഹൃത്തുക്കൾ, പക്ഷേ ഹൃദയത്തിൽ സ്നേഹം ഉണ്ടായിട്ട് കാര്യമില്ല. അത് പ്രകടിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
അത് പ്രകടിപ്പിക്കാനുള്ള നമുക്കുള്ള പല വഴികളിൽ ഒരു വഴി എന്ന് പറയുന്നത് സംസാരമാണ്. ശരിയായ സംസാരമാണ്. ടോൺ ചേഞ്ച് എന്നാണ് ഞാൻ അതിനെക്കുറിച്ച് പറയാം. സംസാരത്തിന്റെ ടോണിൽ നല്ല പ്രശ്നമുണ്ട്. പാപ്പയും മോനും തമ്മിലാണെങ്കിലും, ഭാര്യയും ഭർത്താവും തമ്മിലാണെങ്കിലും, ജ്യേഷ്ഠനും അനിയനും തമ്മിലാണെങ്കിലും ഒക്കെ വളരെ അടുത്ത ബന്ധമുള്ളവരും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരും അവർ പലപ്പോഴും അവർക്ക് അഗാധമായ സ്നേഹമുണ്ട്. ഭാര്യ ഒറ്റക്കൊരു സ്ഥലത്തേക്ക് പോയാൽ വരാൻ ഇത്തിരി വൈകിയാൽ, അല്ലെങ്കിൽ ഭാര്യ മക്കളൊക്കെ ഒന്നിച്ച് പോയി വണ്ടിയിൽ ഭാര്യനെ കാണുമ്പോൾ കാണുന്നില്ലെങ്കിൽ പ്രായമായ മാതാപിതാക്കളൊക്കെ പ്രകടിപ്പിക്കുന്ന ഒരു അസ്വസ്ഥത ഉണ്ട്. എവിടെ ഉമ്മ, എവിടെ അല്ലേ, എവിടെ വല്യമ്മ, എവിടെ എന്ന് ചോദിക്കണേ ഒരു അവസ്ഥ ഉണ്ട്. ആ സ്നേഹം പലപ്പോഴും പുറത്തേക്ക് വരുന്നില്ല. ആ സ്നേഹം പലപ്പോഴും പ്രകടിപ്പിക്കപ്പെടുന്നില്ല. ഞാൻ പറയുന്നത് ഉള്ളിലുള്ള സ്നേഹം പ്രകടിപ്പിച്ചാൽ മാത്രമേ ബാക്കിയുള്ളവർക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ ഇതൊക്കെ പുറത്തേക്ക് വരും. എപ്പോഴറിയോ, രണ്ടിലൊരാൾക്ക് എന്തെങ്കിലുമൊക്കെ പറ്റി അവര് മരിച്ചു കിടക്കുമ്പോഴോ രോഗിയായി കിടക്കുമ്പോഴൊക്കെ ആയിരിക്കും. അത് യഥാർത്ഥത്തിൽ ഒരു നല്ല പരിഹാരമല്ല. വാപ്പാക്ക് വയ്യാതായി, വാപ്പ തുപ്പുന്ന കഫത്തിൽ ബ്ലഡ് കണ്ടു തുടങ്ങുമ്പോൾ ബ്ലഡിന്റെ കണ്ടന്റ് ഒരു MLT-കാരി പരിശോധനയ്ക്ക് വിധേയമാക്കി ലാബിലെ റിസൾട്ട് അടിച്ചു തരുമ്പോൾ കുറച്ച് അപകടകരമാണ് എന്ന് അറിയുമ്പോൾ എല്ലാവരും പാഞ്ഞോടിയെത്തും. തിരക്കായിരിക്കും അവിടെ അല്ലെ. അന്ന് ഉമ്മാക്ക് അല്ലെങ്കിൽ വാപ്പാക്ക് അല്ലെങ്കിൽ രോഗിയായി കിടക്കുന്ന ആൾക്ക് ടെൻഷനായിരിക്കും. അവിടെ ഫുഡ് ഉണ്ടോ, അവർക്ക് ആയിട്ടുണ്ടാവോ. ആ രോഗശയ്യയിൽ പോലും അവർ നമ്മളെക്കുറിച്ച് അസ്വസ്ഥരായിരിക്കും. അതുകൊണ്ട് ആ ഒരു രീതി അല്ല യഥാർത്ഥത്തിൽ വേണ്ടത്. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആൻ വളരെ മനോഹരമായി ഈ വിഷയം അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. ഓരോ വിഷയവും പഠിച്ച് ചെല്ലുമ്പോൾ നമുക്ക് ഖുർആനിനോടും പ്രവാചകനോടും ഇസ്ലാമിനോടൊക്കെയുള്ള ബഹുമാനം അങ്ങനെ കൂടും. ഈ അടുത്ത ദിവസങ്ങളിൽ പ്രവാചകനെ കുറിച്ച് കുറച്ചധികം വായിക്കാനും പഠിക്കാനും ഒക്കെയുള്ള ഒരു സാഹചര്യം എനിക്കുണ്ട്. ഒരു വിഷയാവതരണമായിട്ട് ബന്ധപ്പെട്ട് ശരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എന്നുള്ള ജീവിതത്തെ നമ്മളിങ്ങനെ എൻ്റെ ഹീറോ എന്ന് ഒരു 1000 കുതിര ശക്തി ആവേശത്തോടെ പറയാൻ പറ്റുന്ന രീതിയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം ഉള്ളത്. നോക്കൂ നിങ്ങൾ, ഖുർആന്റെ പ്രയോഗം വഅശിറൂഹുന്ന ബിൽ മഅറൂഫി ഫഇൻ കരിഹ്തുമൂഹുന്ന ഫഅസാ അൻ തക്റഹു ശൈഅൻ വയജഅലല്ലാഹു ഫീഹി ഖൈറൻ കസീറ. ഈ ഓതന ആയത്ത് ആദ്യമായിട്ട് കേട്ട ആയത്തൊന്നുമല്ല, ഈ ആയത്ത് കേൾക്കാത്തതുകൊണ്ടും അല്ല. പക്ഷേ ഇതിനൊക്കെ ഒരു തൗഫീഖ് വേണം. ഇതൊക്കെ കേട്ട് അതൊക്കെ ഒന്ന് മനസ്സിക്കെടുത്ത് അതിന്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തെയൊക്കെ ഒന്ന് ക്രമീകരിച്ച് ചിട്ടപ്പെടുത്തി പോകണം എന്നുള്ളൊരു നീയത്തൊക്കെ വേണം. അപ്പോഴേ നടക്കുള്ളൂ. കാര്യം എന്താ പറയുക, എപ്പോൾ വേണമെങ്കിലും രണ്ടിലൊരാൾ പോകാം. ഭാര്യയില്ലാത്ത റൂമിലിരുന്ന് ഒറ്റയ്ക്കിരിക്കണ വാപ്പ, പുറത്തേക്ക് ഇറങ്ങാത്ത വാപ്പ നിസ്കരിക്കും, നേരെ വരും മൂപ്പര് റൂമിൽ കയറും, അവിടെ അങ്ങനെ ഓതിരിക്കും. വേറൊരു പരിപാടിയില്ല. ഒരാളെ പറഞ്ഞു കേട്ടോ, വേറൊരാള് മുപ്പര് പള്ളിക്കൊന്നും പോരല്ല, പള്ളിയിൽ ചോറിന്റെ നേരാകുമ്പോൾ വീട്ടിൽ വരും, കഴിക്കും, പോകും. അപ്പൊ ഇത് ഈ 2 കേസ് ഞാൻ അറ്റൻഡ് ചെയ്തത് എനിക്കറിയാം. വാപ്പാനോടൊന്ന് സംസാരിക്കണം, വാപ്പ വല്ലാത്തൊരവസ്ഥയിലാണ്. അപ്പൊ വാതിലൊക്കെ അടച്ചിട്ടേ അയാൾ നടത്തിയ ഒരു സംസാരമുണ്ട്. മൗലവി, ഇവിടെ ഓള് കടന്നപ്പോൾ വില എനിക്ക് മനസ്സിലായിട്ടില്ല. ഇവിടെ ഒരുപാട് രോഗമായിരുന്നു, കുറെ പ്രശ്നമായിരുന്നു. ഞാൻ എന്നും ചാടിക്കളിച്ചാണ് സംസാരിച്ചത്. ഇപ്പോ ഓളില്ലാതായപ്പോഴാണ് ഓരോന്നിൻ്റെയും കുറവ് എനിക്ക് മനസ്സിലാണ്. ഓരോന്നിൻ്റെയും കുറവ് എനിക്ക് മനസ്സിലാണ്. അങ്ങനെ മനസ്സിലായപ്പോ പള്ളിക്കെന്ന് പോരാത്ത കാരണവരോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. മക്കൾ പറഞ്ഞിട്ടേ, പള്ളിക്കെന്ന് പോരാത്ത ഓൾ അവിടെ കിടക്കുമ്പോ എനിക്ക് ഇവിടുന്ന് പോരാൻ പറ്റണില്ല. ഞാൻ അവക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തണം. എനിക്ക് മാനസികമായിട്ടൊരു അസുഖമല്ല എന്ന് മക്കളോട് പറയും. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാൻ സാധാ പോലെ ആകും. ഞാൻ അവളോട് പറഞ്ഞതും ചെയ്തതുമായ കുറെ കാര്യമുണ്ട്, അതൊക്കെ ഒന്ന് പടച്ചവനോട് ഇസ്തിഗ്ഫാർ നടത്തണം. അതിവിടെ ഇരുന്നാണ്ട് ചെയ്യാൻ വിചാരിച്ചിട്ടാണ്. മനസ്സിനൊന്നും പറ്റിയിട്ടില്ല മൗലവി, നിങ്ങൾ മക്കൾക്ക് നല്ല ധൈര്യം കൊടുക്കി, ഞാൻ പള്ളിക്കല്ല ഇരിക്കണത് എന്നാണ്. അപ്പൊ ഞാൻ പറയണത് ഇത് അങ്ങനെ സംഭവിക്കേണ്ടതല്ല. ഖുർആന്റെ നിർദ്ദേശം നോക്കൂ നിങ്ങൾ, വഅശിറൂഹുന്ന ബിൽ മഅറൂഫ്, നിങ്ങൾ അവരോട് മാന്യമായി പെരുമാറണം. ഫൈൻ കരിഹ്തുമൂഹുന്ന, നിങ്ങൾക്ക് മാന്യമായി പെരുമാറാൻ പറ്റാത്ത എന്തെങ്കിലും പ്രകൃതങ്ങളോ സ്വഭാവങ്ങളോ അവളിൽ ഉണ്ടെങ്കിൽ ഫഅസാ അൻ തക്റഹു ശൈഅൻ, നിങ്ങൾ വെറുക്കുന്ന പല കാര്യങ്ങളും വയജഅലുല്ലാഹു ഫീഹി ഖൈറൻ കസീറ, അതിൽ കുറെ ഖൈറുകൾ ഉണ്ടാകും. അത് നിങ്ങൾക്ക് മനസ്സിലാകായിട്ടാണ്. നിങ്ങൾ വെറുക്കുന്ന ആ കാര്യങ്ങളിലൊക്കെ കുറച്ച് ഖൈറുകളൊക്കെ ഉണ്ടാകും അല്ലെ. പ്രായം കുറച്ചൊക്കെ ആയി തുടങ്ങുമ്പോൾ, ജീവിച്ചു തുടങ്ങുമ്പോഴൊക്കെ
കാഴ്ചയിലും അനുബന്ധങ്ങളിലൊക്കെ കുറച്ച് കുറവൊക്കെ ഉണ്ടാകും. എന്താ ഇപ്പം അതിൽ ഹൈർ ഉണ്ടാകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ട്. ചില ഹൈറുകളൊന്നും നമുക്ക് മനസ്സിലായി കിട്ടൂല, ചിലത് നമുക്ക് ശരിക്കും മനസ്സിലാവും. മുമ്പ് ഞാൻ ഉദ്ധരിച്ചിട്ടുണ്ട്, ഉമ്മുസലമ ബീവി ഒരുപാട് ആഗ്രഹിച്ച് മദീനയിലേക്ക് ഹിജറ പുറപ്പെടാൻ തീരുമാനിച്ച ആളായിരുന്നു. ഭർത്താവിൻ്റെ കൂടെ ഒളിഞ്ഞും പാർത്തും മക്കയുടെ അതിർത്തി വിടുമ്പോൾ ശത്രുക്കൾ പിടിച്ചു വെച്ചു. ഉമ്മുസലമന്റെ കുടുംബം അവരെ പിടിച്ചുകൊണ്ടുപോയി കാഫിര്യങ്ങൾ. അപ്പൊ അബൂസലമന്റെ കുട്ടിയെ ഉമ്മുസലമന്റെ കയ്യിൽ നിന്ന് കാഫറുകളായ അബൂസലമന്റെ കുടുംബം പിടിച്ചു വാങ്ങി. അതൊരു ഈഗോ ക്ലാഷിലേക്ക് പോയി. ഇസ്ലാം കുഫർ എന്നൊക്കെ വിട്ടിട്ട് കുടുംബ വൈജാത്യങ്ങളുടെ ഇതിലേക്ക് എത്തി. ഉമ്മുസലമ ബീവിക്ക് കുഞ്ഞിനെയും ഭർത്താവിനെയും നഷ്ടപ്പെട്ടു. പക്ഷെ അവര് മനുഷ്യ ചരിത്രത്തിലെ പെൺകരുത്തായിരുന്നു. ലോകത്തെമ്പാടുമുള്ള തൗഹീദും ഹക്കും മനസ്സിലായ പെണ്ണിന് ഭർത്താവല്ല ആരല്ല ഹക്കിനെതിരായി നിന്നാലും ഞാൻ എന്ന വ്യക്തി ഉറച്ചു നിൽക്കണമെന്ന ബോധ്യം കൊടുത്ത ആളായിരുന്നു. പിടിച്ചു നിന്നപ്പോൾ കുടുംബത്തിന് മനസ്സിലായി അവര് ഇസ്ലാം വിടാൻ പോണില്ല. മദീനത്തേക്ക് പോകാൻ പെർമിഷൻ കൊടുത്തു. മദീനത്തിൽ വന്നപ്പോ അബൂസലമ വഫാത്തിന്റെ അവസ്ഥയ്ക്ക് എത്തിയിരുന്നു. രോഗശയ്യയിൽ കിടക്കായിരുന്നു. മരിച്ചു കിടക്കുന്ന അബൂസലമന്റെ കട്ടിലിന്റെ അരികിൽ നിറക്കണ്ണുകളോടെ ഇരിക്കുന്ന ഉമ്മുസലമനെ കണ്ടപ്പോഴാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഉമ്മുസലമാനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, അല്ലാഹുമ്മ ഫീ മുസീബത്തി വഖ്ലുഫ് ലീ ഖൈറൻ മിൻഹാ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ചൊല്ലിയിട്ട് എന്ത് അപകടം ഉണ്ടായാലും എന്ത് ദുരന്തം ഉണ്ടായാലും നമ്മൾ ചൊല്ലേണ്ട ഒരു ദുആയാണ്. ബൈക്കൊന്ന് മറിഞ്ഞാലും കാലൊന്ന് വെച്ചുത്തിയാലും എന്തായാലും അല്ലാഹുമ്മ ഫീ മുസീബത്തി, എനിക്ക് എന്റെ മുസീബത്തിൽ നീ കൂലി തരണം, എനിക്ക് ബാധിച്ച ഈ ദുരന്തത്തിൽ എനിക്ക് നീ കൂലി തരണം, ഇതിലേറെ നല്ലത് എനിക്ക് നീ തരും വേണം. അപ്പൊ ഈ ദിക്ർ ചൊല്ലിയിട്ട് പിന്നെ ഉമ്മുസലമ പറയുന്നുണ്ട്, എന്റെ അബൂസലമനെക്കാളും നല്ലൊരാളെ എനിക്ക് ഇനി എവിടുന്ന് കിട്ടാനായി പ്രായത്തിൽ. പക്ഷെ അദ്ദേഹത്തിന്റെ വഫാത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വേറൊരു നിലക്ക് ജീവിതത്തിൽ ഹൈറാണ് കൊടുത്തത്. എനിക്കൊക്കെ കഴിഞ്ഞെന്ന് വിചാരിച്ച അവർക്ക് വരനായിട്ട് കിട്ടിയത് പിന്നെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്, അല്ലേ? അപ്പൊ സഹോദരന്മാരെ, വഅശിറൂഹുന്ന ബിൽ മഅറൂഫ്, അവരോട് നിങ്ങൾ മാന്യമായി പെരുമാറണം എന്നുള്ളത് ഇസ്ലാം വലിയൊരു മാതൃകയായി പഠിപ്പിച്ചതാണ്. ഇത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറയാൻ മാത്രമല്ല ചെയ്തത്. പ്രവാചക ജീവിതത്തിൽ ഭാര്യമാരോട് വളരെ റോങ്ങായി പെരുമാറേണ്ടിയിരുന്ന എല്ലാ ഘട്ടങ്ങളിലും പ്രവാചകൻ എങ്ങനെ പെരുമാറിയത്? ചരിത്രം ഒന്ന് എടുത്തു നോക്കും നിങ്ങൾ. ഖദീജ ബീവിയെ കുറിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നി ഖദീജ ബീവിയെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞപ്പോ, നബിയെ, ഖദീജാനേക്കാളും നല്ല ആളുകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലേ എന്ന് ആയിഷ ബീവി ചോദിക്കുന്നുണ്ട്. പിന്നെ എന്തിനാ നബി അവരെ കുറിച്ച് ഇങ്ങനെ പറയണത് എന്ന് പറഞ്ഞാൽ, ബഹുഭാരിത്വം നിലനിന്ന ഒരു കുടുംബ വീട്ടിലെ അസ്വസ്ഥതകളുടെ ചില ഓളങ്ങൾ ആ വീട്ടിലുണ്ടായിരുന്നു. പ്രവാചകനേക്കാളും പ്രായമുള്ള, ശരീരത്തിലെ ചർമ്മങ്ങൾ ചുളിഞ്ഞുപോയ, ശരീരത്തിലെ രോമങ്ങൾ തലയിലെ രോമങ്ങൾ നരച്ചുപോയ, മോണകാട്ടി ചിരിക്കുന്ന ഒരു അറബി സ്ത്രീ ആ പ്രവാചക ജീവിതത്തെ എത്രത്തോളം സ്വാധീനിച്ചു എന്നത് സൗന്ദര്യമല്ല, സമ്പത്തല്ല, മറ്റൊന്നുമല്ല, ഹൃദയത്തിന്റെ കണക്ടിവിറ്റിയാണ് ഏറ്റവും വലുതെന്ന് നമുക്ക് മനസ്സിലാവും. പ്രവാചകൻ വൈകാരികമായി പറയണ്ട, ഇല്ല ആയിഷ, എന്റെ ഖദീജന്റെ സ്ഥാനത്ത് ഒരു പെണ്ണിനെ പിന്നെ എനിക്ക് കിട്ടിയിട്ടില്ല ആയിഷ. പ്രവാചകൻ അവിടെ വളരെ സ്നേഹപൂർവ്വം തിരുത്തുന്നുണ്ട്. ആയിഷ റളിയല്ലാഹുവിന്റെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടായ സംഭവം നമുക്കറിയാം. ഒരുപക്ഷെ നമ്മളൊക്കെ ഒരുപാട് തവണ കേട്ട ചരിത്രത്തിലെ ഒരു സംഭവം. അനസ് റളിയല്ലാഹു ധരിക്കുന്ന ഹദീസാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകന്റെ ആയിഷ ബീവിന്റെ വീട്ടിലായിരുന്നു. ഫാർസലത് ഇഹ്ദാ ഉമ്മഹാത്തിൽ മുഅ്മിനീന ബിസഹ്ഫത്തിൻ ഐ ഇനാഇൻ ഫീഹാ തആമൻ, ഭക്ഷണം ആ വീട്ടിലേക്ക് കൊടുത്തയച്ചു. ഫളറബത്ത് ലത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ബൈതിഹാ യദൽ ഖാദിം, ഖാദിമിന്റെ കൊണ്ടുവന്ന ഖാദിമിന്റെ കയ്യട് തട്ടി, ഈ വീട്ടിൽ എൻ്റെ അവിടെ ഫുഡ് വന്നിട്ട് വേണോ, അതതിന്റെ അർത്ഥം. ഇവിടുള്ള ഫുഡ് ഇവിടെ ഉണ്ട്. അങ്ങനെയൊക്കെ പെരുമാറിയിട്ടുണ്ട് അവര്. നമ്മുടെ ഉമ്മമാരായിരുന്നു അവര്, മാതൃകാ വനിതകളായിരുന്നു അവര്. അവരെടുത്തുനിന്ന് വരെ അങ്ങനത്തെ പ്രതികരണങ്ങൾ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വളഞ്ഞ എല്ലിൽ നിന്ന് ഉണ്ടാക്കപ്പെട്ടവർ എന്ന് നബി വിശേഷിപ്പിച്ചവരുടെ കാര്യത്തിൽ പുരുഷൻ സ്വീകരിക്കേണ്ട ഒരു അച്ചടക്കത്തെക്കുറിച്ചും ഒതുക്കത്തെക്കുറിച്ചുമാണ് യഥാർത്ഥത്തിൽ ഈ പഠിപ്പിക്കുന്നത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ അതിന് കൊടുത്ത ഉത്തരം? ഗാറത്ത് ഉമ്മുക്കും, നിങ്ങളെ അമ്മ വലിയ ദേഷ്യത്തിലാണ്. ചിരിച്ചോട്ട് നബി പറഞ്ഞു. അവിടെ അതിഥികളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച്. അങ്ങനെ ഈ ഖാദിമിനെ നബി ഇങ്ങോട്ട് തിരിച്ചു വിളിച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന പാത്രം തിരിച്ചു കൊടുത്തു എന്നാണ്. ആ കാര്യം എവിടെയും പറയണ്ടെന്നും പറഞ്ഞു. ഈ സംഭവം ഉദ്ധരിക്കുന്നത് അനസ് റളിയല്ലാഹു അൻഹു ആണ്. അനസ് റളിയല്ലാഹു വീട്ടിൽ അപ്പൊ സ്ഥലത്തുള്ള ആളാണ്, ചെറിയ കുട്ടിയായ മുതൽക്ക് അവിടെ ഉണ്ട്. അപ്പോ പെരുമാറണം എന്ന് പറഞ്ഞത് വളരെ മാതൃകാപരമായി പ്രവാചകൻ പാലിച്ചിട്ടുണ്ട് എല്ലാ ഘട്ടത്തിലും. നോക്കൂ നിങ്ങൾ, സൂറത്തു തഹരീമിന്റെ ആദ്യത്തെ വചനങ്ങൾ ഇറങ്ങാനുള്ള കാരണം എന്താ?
ഹഫ്സ ബീവിയും ആയിഷ റളിയല്ലാഹു അൻഹയും ഒരു പ്ലാൻ ഉണ്ടാക്കുകയാണ്. എന്താ? സൈനബ് റളിയല്ലാഹുവിന്റെ വീട്ടിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ഥിരമായി പോയി തേന് കുടിക്കും. അപ്പോ ഹഫ്സ ബീവി ആയിഷ ബീവിനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നബി വരുമ്പോ നബി നിങ്ങൾ മഗാഫിർ കഴിച്ചോ എന്ന് നമുക്ക് ചോദിക്കാം. എന്താ മഗാഫിർ എന്ന് പറഞ്ഞ? മധുരമുണ്ട് പക്ഷേ ഗന്ധം അത്ര സുഖമില്ലാത്ത ഒരു പ്രത്യേക കുടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക സാധനമാണ് മഗാഫിർ. അവൻ റസൂലുള്ള വന്നപ്പോ നിങ്ങളുടെ അടുത്ത് വന്നാൽ നിങ്ങൾ ചോദിക്കണം, എൻ്റെ അടുത്ത് വന്നാൽ ഞാനും ചോദിക്കാന്നാണ്. ഹഫ്സ ബീവിന്റെ അടുത്ത് വന്നപ്പോ ഹഫ്സ ബീവി ചോദിച്ചു, നബി നിങ്ങൾ മഗാഫിർ കഴിച്ചു എവിടെന്നെങ്കിലും? മഗാഫിറിന്റെ ഒരു ഇതുണ്ടല്ലോ എന്നാ, ആയിഷ ബീവി നിങ്ങൾക്ക് തന്നത് മഗാഫിർ ആണ് നബിയേ എന്നാണ് അതിന്റെ അർത്ഥം. അള്ളാഹുന്റെ റസൂൽ പുഞ്ചിരിച്ചു. പ്രവാചകൻ പറഞ്ഞു, ശരി ഇനി ഞാൻ മഗാഫിർ കഴിക്കണില്ല എന്ന് പറഞ്ഞു. വളരെ കാഷ്വലി പ്രവാചകൻ മഗാഫിർ കഴിക്കണില്ല എന്ന് പറഞ്ഞു. മനുഷ്യ ചരിത്രം മുഴുവൻ വീട്ടിന്റെ ഉള്ളിൽ നടന്ന ഈ സാധനം അറിയണം. ആണുങ്ങളായി നമ്മൾ പ്രത്യേകിച്ച് അറിയണം. അതിനുവേണ്ടി പ്രവാചകൻ അള്ളാഹു എന്ത് ചെയ്തെന്ന് അറിയോ? ആയത്തിറക്കി, യാ അയ്യുഹൻ നബിയ്യു ലിമ തുഹർരിമു മാ അഹല്ലല്ലാഹു ലക തബ്തഗി മർദാത അസ്വാജിക്. അങ്ങയുടെ ഭാര്യമാരുടെ ഇഷ്ടത്തിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഹലാലാക്കി തന്ന ഒരു പാനീയം എന്തിനാ നബിയെ അങ്ങ് വേണ്ടാന്ന് വെക്കണത്? നബിക്ക് വേണമെങ്കിൽ ആയത്ത് ഒളിപ്പിച്ചു വെക്കായിരുന്നു. നോക്കൂ നിങ്ങൾ, കുടുംബ വീട്ടിന്റെ ഉള്ളിലെ ഈ ബഹുഭാരിത്വ സംവിധാനം നിലനിൽക്കുന്ന വീട്ടിന്റെ ഉള്ളിലെ ഈ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും ആയത്തായി അവതരിപ്പിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് പാരായണം ചെയ്യിപ്പിച്ചുകൊണ്ട് ഈ കാര്യം നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരണം. എന്തിനാ? അങ്ങനെയൊക്കെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവുമ്പോ എന്ത് ചെയ്യണം? അള്ളാഹുവിന്റെ റസൂല് ചിരിച്ചുകൊണ്ട്, ഈ നബിക്ക് മനസ്സിലായി ഞാൻ അവിടുന്ന് അവരുടെ ദിവസങ്ങളിൽ, ഈ ഭാര്യമാർക്ക് നിശ്ചയിക്കപ്പെട്ട ദിവസങ്ങളിൽ അവിടുന്ന് കഴിക്കണവർക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് നബി അത് സമ്മതിച്ചു കൊടുത്തു. പക്ഷെ പടച്ചോൻ അത് പെർമിറ്റ് ചെയ്തില്ല. ആയിഷ റളിയല്ലാഹു അൻഹക്കും ഹഫ്സ ബീവിക്കും വലിയ കുറ്റബോധം ഉണ്ടായി. അവരെ തെറ്റിത്തിരുത്തി. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സ്വന്തം മോളെ ത്വലാഖ് ചൊല്ലോ എന്നൊക്കെ പേടിച്ചു പോയ സംഭവങ്ങളൊക്കെ ഇതിന്റെ പേരിൽ ഉദ്ധരിക്കപ്പെട്ടത് കാണാൻ പറ്റും. അപ്പോ ആശിറൂഹുന്ന ബിൽ മഅറൂഫ്, അവരോട് നിങ്ങൾ മാന്യമായി പെരുമാറണം എന്ന് പറഞ്ഞത് പ്രവാചകൻ 100% പാലിച്ചിട്ടുണ്ട്. ജീവിതത്തിലുടനീളം പാലിച്ചിട്ടുണ്ട്. എത്രയോ സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പ്രവാചക തിരുമേനിയോട് ജൂതന്മാർ വന്നിട്ട് അസ്സാമു അലൈക്കും എന്ന് പറഞ്ഞു. അസ്സാമു അലൈക്കും എന്താ പ്രയോഗം? അസ്സാമു അലൈക്കും എന്നാണ്. എന്താ അസ്സാം എന്ന് പറഞ്ഞാല്? നമ്മൾ സലാം പറയുമ്പോൾ ശ്രദ്ധിക്കണം. അസ്സാം അലൈക്കും എന്ന് പറയുന്നത് നമ്മള്. അസ്സാം എന്ന് പറഞ്ഞാൽ നാശം, നിങ്ങൾക്ക് നാശം ഉണ്ടാകട്ടെ എന്നാണ്. പ്രവാചകന്റെ അടുത്ത് വന്നിട്ട് ഒരു സലാം പറഞ്ഞത് അസ്സാമു അലൈക്കും, നിങ്ങൾക്ക് നാശം ഉണ്ടാകട്ടെ. നബി അലൈക്കും മാത്രം അലൈക്കും മാത്രം. പക്ഷെ ആയിഷ ബീവി എന്താ പറഞ്ഞറിയോ? ആയിഷ ബീവി പറഞ്ഞു അസ്സാമു അലൈക്കും വലഅനകുമുല്ലാഹു വഗളിബ അലൈക്കും. അവർ വൈകാരികമായി അവർ പ്രതികരിച്ചു. അസ്സാമു അലൈക്കും, നിങ്ങൾക്ക് ഉണ്ടാകട്ടെ നാശം. വലഅനകുമുല്ലാഹു, അല്ലാഹു നിങ്ങളെ ശപിക്കട്ടെ. വഗളബല്ലാഹു അലൈക്കും, അള്ളാഹുവിന്റെ കോപങ്ങളെ മേലിൽ ഉണ്ടാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ ആയിഷ പതുക്കെ മതി, ഇങ്ങനെ എന്തിനാ ആയിഷ അസ്വസ്ഥയാകണത്? അവലം തസ്മഅ മാ എന്നിട്ട് ചോദിച്ചു, അലൈകി ബിർരിഫഖ്, അവരോട് ഇത്തിരി കാരുണ്യം കാണിക്ക്, അവരോട് നീ ഇത്തിരി കാരുണ്യം കാണിക്ക ആയിഷ. വയ്യക് വൽ ഉനുഫ്, നീ ഇങ്ങനെ വന വെച്ച് സംസാരിക്കല്ല ആയിഷ. അള്ളാഹുവിന്റെ പ്രവാചകൻ തിരുത്തണം. കുറേ കാര്യങ്ങളുണ്ട് ഇതില്. അപ്പൊ അവർ ചോദിക്കുന്നുണ്ട്, അവലം തസ്മഅ മാ ഖാലു, നബിയേ നിങ്ങൾക്ക് ശാപം ഉണ്ടാകട്ടെ എന്ന് അവർ പറഞ്ഞു, നിങ്ങൾ കേട്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോ അവലം തസ്മഇ മാ ഖുൽതി, ഞാൻ പറഞ്ഞത് ആയിഷ കേട്ടില്ലേ? എന്താ വാലേക്കും ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾക്ക് നാശം ഉണ്ടാകട്ടെ ആയി, അതുമായി, പിന്നെ എന്തിനായിരുന്നു അങ്ങനെ ആക്കണത്? അപ്പൊ ഒരുപാട് കാര്യം ഇവിടെ ഉണ്ട്. ഞാനിവിടെ ഒരാണുണ്ടാവുമ്പോ പിന്നെ എന്തിനാ ചലിച്ചു എന്ന് ചോദിച്ചിട്ടില്ല. ഉണ്ടോ? ചോദിച്ചോ? ഞാനിവിടെ ഒരാണുണ്ടാവുമ്പോ പിന്നെ എന്റെ ഇടപെടേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടില്ല. പിന്നെ പ്രവാചകൻ കാണിക്കുന്ന വിവേകവും പക്വതയൊക്കെ അവിടെ ഉണ്ട്. ഈ പ്രവാചകനാണ് ലോകത്ത് ഉള്ള ഫുള്ള് ബോംബിന്റെയും കത്തിന്റെയും തോക്കിന്റെയും ആളെന്ന് പറയുമ്പോ പ്രതിരോധിക്കാൻ മരുന്നില്ലാതെ പോകുന്ന, ചരിത്രത്തിലെയും നേരവും നിമിഷവും അറിയാതെ പോകുന്ന കോടിക്കണക്കിന് മുസ്ലിങ്ങളാണ് നമ്മുടെ പരാജയം, അല്ലെ? ഏതെങ്കിലും ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ താഴെ, വിമർശകന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ താഴെ മനോഹരമായി കോട്ട് എടുത്തു കൊടുത്തിട്ട് ഒരു പണിയില്ല, ജസ്റ്റ് സെർച്ച് ചെയ്ത് കോപ്പി ചെയ്തിട്ടാ മതി. ഒന്നുമില്ല. ചാറ്റ് GPT ഉപയോഗിക്കേണ്ട ഒരാളോട് ഇങ്ങനെ ചോദിച്ചാൽ മതി, എന്റെ പ്രവാചകന്റെ കാരുണ്യത്തിന്റെ 3 ഉദാഹരണങ്ങൾ ഹർക്കത്തൊക്കെ ഇട്ട് അർത്ഥമൊക്കെ കൊടുത്ത് റഫറൻസ് ഒക്കെ കൊടുത്ത് വരണമെന്നാണ് തരും. കോപ്പി ചെയ്തിട്ടാൽ മതി. ഒരു പണിയില്ല. പക്ഷേ സമുദായത്തിലെ മെമ്പർമാർ അവർക്ക് നേരില്ല, അവർക്കതിന് പറ്റണില്ല. ബിഗ് സ്ക്രീനുകളിൽ
അഭിനയിക്കുന്ന ആളുകളുടെ ഫാൻസാണ് അവര്. കളിമുറ്റങ്ങളിൽ പന്ത് തട്ടുന്ന ആളുകളുടെ ഫാൻസാണ് അവര്. അതിന്റെ അപ്പുറത്ത് അവരൊന്നുമല്ല. ആരോ എഴുതി കൊടുത്ത ഡയലോഗുകൾ ഒരുപാട് ദിനങ്ങളിരുന്ന് മനഃപ്പാടമാക്കി അത് തെറ്റുമ്പോൾ 100 വട്ടം കട്ട് പറഞ്ഞ്, അല്ലെ, അവസാനം അതിന് BGM കൊടുത്ത് മെഗാ പിക്സൽ കപ്പാസിറ്റി ഉള്ള ക്യാമറകളിൽ അത് പകർത്തി അത് പിന്നീട് വേറെ തന്നെ അതിന്റെ ഓഡിഷന് പോയി അത് ചെയ്ത് ഒക്കെ നിർവഹിക്കുന്ന ആളുകളുടെ ഡയലോഗിന് നമുക്ക് ഭയങ്കര വിലയുണ്ട്. ഐഷ പക്വമായി പ്രതികരിക്കുന്ന തന്റെ ശത്രുവിന്റെ മുന്നിൽ സമീപനം സ്വീകരിച്ച പ്രവാചകനെ നമ്മൾ കാണുകയാണ്. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം എടുക്കുമ്പോൾ എണ്ണിയാൽ തീരാത്ത ഇത്തരം മാതൃകകൾ കാണാം. ഭാര്യനെ കുറിച്ച് ഇങ്ങനെ അവൾ കുനിഞ്ഞ ഒരു കുള്ളത്തി അല്ലേ നബിയെ എന്ന് ചോദിച്ചു. കുള്ളത്തി എന്നുള്ള വാക്ക് പ്രയോഗിച്ചിട്ടില്ല. ഇങ്ങനെയല്ലേ നബിയെ എന്ന് ചോദിച്ചു. ഇത്തിരി പരിഹാസം ഉണ്ടായിരുന്നു. പ്രവാചക തിരുമേനി കണിശമായി ഇടപെട്ടു. നീ പറഞ്ഞ വാക്കേ കടലിൽ കലക്കിയ കടൽ നാശാവും എന്ന് ഭാര്യനോട് പറഞ്ഞു. മനസ്സിലായി? അപ്പൊ സഹോദരന്മാരെ, നമുക്ക് ഇതിൽ വലിയ പാഠങ്ങളുണ്ട്. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ധാരാളം വചനങ്ങൾ നമുക്ക് ഈ വിഷയങ്ങളിലൊക്കെ കാണാൻ പറ്റും. ഒരുപക്ഷെ ഞാൻ ആസ്വദിച്ചുദ്ധരിക്കുന്ന ആവർത്തിച്ചുദ്ധരിക്കുന്ന ഒരു ഹദീസ് ഞാൻ വീണ്ടും ഉദ്ധരിക്കുകയാണ്. അതിലൊരുപാട് പാഠങ്ങളുണ്ട്. ഖദിംതു നബിയ 10 സിനീൻ, ഞാൻ നബിക്ക് 10 വർഷം സേവനം ചെയ്തു. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, 6-ാമത്തെ വയസ്സിലേറ്റോ അനസ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഫമാ ഖാലലി ഉഫിൻ, നബിക്ക് വേണ്ടി ഞാൻ സേവനം ചെയ്തിട്ട് എന്നോട് നബി എന്താ അനസ എങ്ങനെ എന്ന് ഇന്നേ വരെ ചോദിച്ചിട്ടില്ല. വല ലിമ സനഅത, എന്തിനെ അനസ ഇത് ചെയ്തു എന്ന് നബി ചോദിച്ചിട്ടില്ല. അല്ലാ സനഅത, നിനക്കത് ചെയ്തുകൂടായിരുന്നു അനസ എന്ന് ചോദിച്ചിട്ടില്ല. പ്രവാചകന്റെ സേവകനാണ്. സേവകനോട് പോലും ചോദിക്കാത്ത പ്രവാചകൻ എങ്ങനെ ഭാര്യമാരോട് പിന്നെ അങ്ങനെ പെരുമാറുക? അല്ലേ, ഭാര്യമാരോട് പിന്നെ എങ്ങനെ പെരുമാറുക പറ്റുമോ? ഒരിക്കലും കഴിയില്ല സഹോദരന്മാരെ, ഒരു നിലക്കും കഴിയില്ല. അപ്പോ ഇതില് നമ്മുടെ തൊഴിലാളികളോട് നമ്മളെ പെരുമാറ്റത്തിൽ പറഞ്ഞാണ് നമ്മളെ പൈസ കൊടുക്കുന്നുണ്ടാവും. ആ പൈസ കൊടുക്കുമ്പോൾ കുറച്ചേരം അയാളൊന്നും ഇങ്ങനെ കൈക്കോട്ടൊന്നും ഇങ്ങനെ വെച്ചിട്ടൊന്നും ഇങ്ങനെ നിന്ന് ഊരൊക്കെ കൈയെടുത്താലേ നമ്മളിങ്ങനെ നോക്കും. പണി നടക്കണില്ല കേട്ടോ, പണി നടക്കില്ല. ശ്വാസം മുട്ടിന്റെ അസുഖം ഉണ്ടാവും. ചിലപ്പോൾ 2 ദിവസമായിട്ട് പനിക്കാരം, പനിച്ചിട്ട് വന്നേക്കാരം. നമ്മളൊരു 1000 റുപ്യ കൊടുക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് അല്ലേ ഭയങ്കര അസ്വസ്ഥതയായിരിക്കും, ഭയങ്കര നമ്മളാ സ്ഥാനത്തെ നമ്മളെ ചിന്തിക്കണം. പൊരുവേലത്ത് പണിയെടുക്കണ അയാളെ നമ്മളെ ആ സ്ഥാനത്തെ നമ്മളെ ചിന്തിക്കണം, അല്ലേ? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗസ്റ്റിനെ പോലെയാണ് തൊഴിലാളിയെ കണ്ടത്, അതിഥിയെ പോലെയാണ് കണ്ടത്. അവന്റെ നെറ്റിയിലെ അവന്റെ ശരീരത്തിലെ വിയർപ്പ് വറ്റും മുമ്പ് അവന്റെ കൂലി കൊടുത്തോളണം. ഇങ്ങനെ പറഞ്ഞ ഏത് നേതാവാണുള്ളത് ചരിത്രത്തില്? തൊഴിലാളികളുടെയും തൊഴിലിന്റെയും ഒക്കെ പേരിൽ മനുഷ്യ ചരിത്രത്തിൽ അറിയപ്പെട്ട ഇസങ്ങളിൽ പോലും ഉണ്ടോ ഇതുപോലത്തെ മനോഹരമായൊരു കമന്റ്? ഉണ്ടോ? തൊഴിലാളിക്ക് കിട്ടുന്ന പൈസ തൊഴിലാളിൻ്റെതാണ്, 100% തൊഴിലാളിൻ്റെതാണ്. ആ അവകാശത്തുമ്പോ തൊട്ടാലേ അറാഖിന്റെ കൊള്ളി, അന്യന്റെ അവകാശത്തിലെ അറാഖിന്റെ കൊള്ളി നിന്റെ കയ്യിൽ വെച്ചാൽ നിനക്ക് സ്വർഗല്ല എന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചേ. കോടികളുടെ ഫ്രോഡ് തട്ടിപ്പിനെ കുറിച്ചല്ല, കോടികളായിട്ട് മുങ്ങിയവനെ കുറിച്ച് മാത്രമല്ല ഈ ഹദീസ്. പിന്നെ അന്യന്റെ അവകാശമായ ഒരു അറാഖിന്റെ കൊമ്പെടുത്ത, അറാഖിന്റെ കൊമ്പ് നമ്മുടെ നാട്ടിൽ കമ്മ്യൂണിസ്റ്റ് ഇപ്പൊ കാണുന്ന മാതിരി അറേബ്യൻ ലോകത്ത് കാണുന്ന സാധനമാണ്. മാർക്കറ്റിൽ നിന്ന് ഇപ്പൊ വാങ്ങുകയാണെങ്കിൽ 1 ദിർഹമിന്റെ താഴെ കൊടുക്കണം, കുറഞ്ഞ ഫിൽസ് കൊടുക്കണം, അല്ലേ? ആ സാധനത്തിന്റെ കാര്യമാണ് ഈ പറഞ്ഞത്. അപ്പോ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ക്ലിയർ ആണ്. മാത്രല്ല, മാ ലറബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാദിമൻ വല ഇംറഅതൻ ഖത്തു, പ്രവാചകൻ തന്റെ ഖാദിമീങ്ങളെ, തന്റെ അടിമകളെയോ അതല്ലെങ്കിൽ തന്റെ ഭാര്യമാരെയോ പ്രവാചകൻ തല്ലിയിട്ടില്ല. കുറെ ആളുകൾക്ക് പറയാൻ പറ്റും ഞാൻ തല്ലിയിട്ടില്ല, പക്ഷെ എല്ലാവർക്കും പറയാൻ പറ്റുമോ? ഈ ഇരിക്കണ എല്ലാവർക്കും പറയാൻ പറ്റുമോ ഞാൻ എൻ്റെ ഭാര്യനെ തല്ലിയിട്ടില്ല? നീ തല്ലണ്ട, ചില ആളുകൾ തല്ലണ്ട, തല്ലണീന് തുല്യാണ് ചില വർത്താനൊക്കെ, തല്ലണിലേറെ പെയിൻഫുൾ ആണ് ചില വർത്താനൊക്കെ. അതുകൊണ്ടാണ് ആ ഒരു വാക്ക് കേട്ട് തളർന്ന് അബോധാവസ്ഥയിലേക്ക് ഒരു പെൺകുട്ടി പോയത്. ഞാൻ എൻ്റെ സംസാരത്തിന്റെ തുടക്കത്തിൽ സൂചിപ്പിച്ചല്ലോ. ഇനി തീർന്നില്ല. മാ സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷൈഅൻ ഖത്തു ഫഖാല ലാ, ആര് റസൂലുള്ളാഹിയോട് എന്ത് ചോദിച്ചാലും എൻ്റെ അടുത്തില്ല, എനിക്ക് പറ്റൂല എന്നുള്ള മറുപടി റസൂലുള്ളാഹി ചരിത്രത്തിൽ പറഞ്ഞിട്ടില്ല എന്നാണ് ബീവി പറയാണ്. ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, പ്രവാചകൻ
ആരെന്തു വന്ന് ചോദിച്ചാലും ഇല്ല എനിക്ക് കഴിയൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞിട്ടില്ല. ചോദിച്ചതൊക്കെ എല്ലാവർക്കും പ്രവാചകൻ കൊടുത്തിട്ടുണ്ട്. ഇനി ലം യകുൻ യസ്റുദുൽ ഹദീസ കസർദിക്കും, പ്രവാചകൻ നിങ്ങൾ ആരും വർത്താനം പറഞ്ഞ മാതിരി വർത്താനേ പറഞ്ഞിട്ടില്ല. ഐഷ ബീവി പറയാണ്, ഐഷ ബീവി പറഞ്ഞു കൊടുക്കാണ്. ഇനി തീർന്നില്ല. കാന കലാമു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കലാമൻ ഫസ്ലൻ യഫ്ഹമുഹു കുല്ലു മൻ യസ്മഉഹു. പ്രവാചകന്റെ വാക്ക് ഭയങ്കര വ്യക്തമായിരുന്നു, ക്ലാരിറ്റി ഉണ്ടായിരുന്നു, പറഞ്ഞത് ശരിക്കും മനസ്സിലാവും. പലപ്പോഴും നമ്മളൊക്കെ ലൈഫിൽ സുഹൃത്തുക്കളെ നിർദ്ദേശങ്ങൾ ശരിയാം വിധം കൊടുക്കാത്തതുകൊണ്ടാണ് പലതും പ്രശ്നമാണ്. കറക്റ്റ് ആവില്ല നിർദ്ദേശം. ഒരു സംഘടനാകാരിയാകട്ടെ, ഒരു കുടുംബകാരിയാകട്ടെ, അത് ഫുള്ള് പറഞ്ഞിട്ടുണ്ടാവില്ല പറയുള്ളത്. അപ്പോഴാണ് പ്രശ്നം. ഫുള്ള് പറഞ്ഞിട്ടുണ്ടാവില്ല, പറയാനുള്ളത് ഫുള്ള് പറഞ്ഞിട്ടുണ്ടാവില്ല. നിങ്ങൾ വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്ക്. പറയാനുള്ളത് നിർദ്ദേശം ഫുള്ളായി കൃത്യമായി ഡെലിവറി ചെയ്തിട്ടുണ്ടെങ്കിൽ, കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കാര്യം ഒന്നുകൂടി ഭംഗിയായി നടന്നിട്ടുണ്ടാകും. പലപ്പോഴും ഇങ്ങനത്തെ ഒരു രീതി ആയിരുന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത്. മാത്രമല്ല, ഇനി കേട്ടോളൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തആമൻ ഖത്തു. അബൂ ഹുറൈറ പറയണേ, പ്രവാചകൻ ഒരു ഭക്ഷണത്തെക്കുറിച്ചും മോശം പറഞ്ഞിട്ടില്ല. ഒരു ഭക്ഷണത്തെക്കുറിച്ചും മോശം പറഞ്ഞിട്ടില്ല. ഇനിഷ്തഹാഹു അക്കലഹു, നബിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നബി കഴിക്കും, ഇല്ലെങ്കിൽ വൈൻ കരഹു തറക്കഹു, വേണ്ടെങ്കിൽ വേണ്ടാന്ന് നോക്കും. പ്രവാചകൻ ഒരു ഭക്ഷണം വേണ്ടാന്ന് വെച്ചപ്പോൾ സ്വഹാബത്ത് വിചാരിച്ചു ഇത് തിന്നാൻ പറ്റാത്തതാണ്, ഇവർ കഴിച്ചോളിന്നാണ്. നമ്മളോ ഭക്ഷണത്തെ കുറിച്ചുള്ള നമ്മളെ പോസിറ്റീവായ എത്ര കമന്റ് നമ്മളെടുത്തുനിന്ന് വരും, പോസിറ്റീവായ എത്ര കമന്റ് നമ്മളെടുത്തുനിന്ന് വരും അല്ലേ? പുതിയ കാലത്ത് നമ്മളെ യാത്രകൾ, ഫ്രണ്ട്ഷിപ്പ്, സുഹൃത്തുക്കൾ, സുഹൃത്ത് വലയങ്ങൾ, അവിടെയൊക്കെ പോയിട്ട് നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണം നമ്മളിങ്ങനെ കഴിക്കും. പല ഭക്ഷണം കഴിക്കാൻ പല സ്ഥലത്ത് കയറുക എന്നുള്ളത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ്. ഫുഡും ചായയൊക്കെ മാത്രം തേടിപ്പോവും അല്ലേ? കാളിയാവുള്ള 2 കുട്ടികളെ പെരിന്തൽമണ്ണ പോലീസ് പിടിച്ചു. എന്തിനാ? രാത്രി 2 മണിക്ക് ചായ പിടിച്ചാൽ വന്നതിനാണ്. ആ പോലീസ് എന്ത് ചെയ്താലും പിന്നെ പ്രതിപക്ഷത്തിന്റെ ഡ്യൂട്ടി എന്താ? ചോദ്യം ചെയ്യലാണല്ലോ അല്ലെ? അങ്ങനല്ലേ? പോലീസ് ചെയ്തതിൽ ചോദ്യം ചെയ്യേണ്ടത് ചോദ്യം ചെയ്യും വേണം, ഇരുത്തേണ്ടടുത്ത് ഇരുത്തും വേണം. അതൊന്നും എനിക്ക് തർക്കമല്ല. 2 മണിക്ക് പോലീസ് ആ 2 കുട്ടികളെ അറസ്റ്റ് ചെയ്തപ്പോ എല്ലാവരും ഇറങ്ങി. ഇവിടെ എന്താ ഒരു സ്വാതന്ത്ര്യമല്ലോ എന്ന് വെച്ചിട്ട്. ഇത് കിലിങ്ങിയ ടീമാണ്. വൈബ് ചായ പിടിച്ചാൻ പോകുന്നതാണ് കളി വന്ന് ഇങ്ങോട്ടെ. പല ജാതി ചായ പിടിക്കുന്ന സ്ഥലങ്ങളുണ്ട് നമ്മുടെ നാട്ടും പുറത്ത്. എന്റെ അടുത്ത് പബ്ലിസിറ്റി കിട്ടിയിട്ട് നിങ്ങൾ അറിയണ്ട. പല ജാതി ചായ എന്താ? ചായ കുടിക്കാൻ പരിചയപ്പെടുക, ചായ കുടിക്കുക, അറിയാത്ത ആളെ തമ്മിലിരിക്കുക, എന്നിട്ട് പരിചയപ്പെടുക, എന്നിട്ട് രാത്രി വർത്താനം പറഞ്ഞ് ഇരിക്കുക, പിരിയാ. ഇപ്പൊ അത് ആണും തമ്മിലാണ്, അത് പെണ്ണും തമ്മിലാവും. ഏത് ചോദ്യങ്ങള് നാട്ടുകാർ ഇടപെട്ട് തൽക്കാലം ഓടിച്ചു ഞാൻ കേട്ടെ അല്ലേ? നാട്ടുകാരെ ഇടപെട്ട് തൽക്കാലം ഓടിച്ചു എന്നാ കേട്ടെ. അപ്പൊ സഹോദരന്മാരെ, എന്താ വിഷയം? വിഷയം വളരെ ക്ലിയർ ആണ്. നമ്മളിങ്ങനെ പലയിടത്തും പോയി ഭക്ഷണം കഴിക്കും. കുട്ടികൾ നമ്മൾ രാവിലെ വാങ്ങിക്കൊടുത്ത് 1 കിലോ മീനും വന്ന് നുള്ളിയിട്ട് ഒപ്പിച്ചിട്ട് കഴിക്കുന്നുണ്ടാവും. ഇതൊക്കെ നടക്കണതാണ് ഇനി പറയണത് അല്ലേ? അതിന്റെ അർത്ഥം നമ്മൾ തിന്നണ്ടെന്നൊന്നുമല്ല. നമ്മൾ നല്ല ഭക്ഷണം കഴിച്ചാൽ, ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല ഫുഡ് ഒന്നുകിൽ വീട്ടിൽ വാങ്ങിക്കൊടുക്കണം, അല്ലെങ്കിൽ ഇടക്ക് അവർക്ക് വാങ്ങിക്കൊടുക്കണം. ആ റസൂൽ പറഞ്ഞാണ്, ഇദാ തഅംത ഫതഇംഹ, നീ കഴിച്ചാൽ നീ അവൾക്ക് തീറ്റിക്കണം, നീ ധരിച്ചാൽ നീ അവൾക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കണം. അത് റസൂലുള്ളാഹിന്റെ നിർദ്ദേശമാണ്. ഏത് പ്രവാചകനാ ചരിത്രത്തിൽ ഇങ്ങനെ പറഞ്ഞ്? ഏത് മതത്തിലാ ഒരു പെണ്ണിങ്ങനെ പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നത്? എന്നാലും സമുദായത്തിലെ പെണ്ണുങ്ങൾക്ക് ഭയങ്കര പ്രശ്ന. ഏതോ ഒരു പെൺകുട്ടി ബൈറ്റ് കൊടുത്തത് കണ്ടു. ഒരു വക്കീലുണ്ട്, ഇയാളെ പരിപാടി ഇപ്പൊ മുസ്ലിം സ്ത്രീകളെ മോചിപ്പിക്കലാണ്. അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ ക്യാമ്പയിൻ നടത്തി നടക്കുകയാണ്. ഇയാൾ ഉന്നയിച്ച മുഴുവൻ വാദങ്ങൾക്കും കോഴിക്കോട് അങ്ങാടിയിൽ വെച്ച് മറുപടി കൊടുത്തിട്ട് ആ വിഷയത്തിലെ ഒരു വാക്കിനോട് കാമാന്നിയാൾ വേണ്ടിയിട്ടില്ല. പിന്നെയും വളരെ കൃത്യമായ അജണ്ടയാണ്. എവിടേക്കാണത് കൊണ്ടുപോകണമെന്ന് നമുക്കറിയും. അതറിയാത്തവരൊന്നുമല്ല സമുദായ നേതൃത്വം. അതുകൊണ്ട് അതിനനുസരിച്ച് ഗൈഡ് ചെയ്യുകയും ചെയ്യും. മുസ്ലിം സമുദായത്തിലെ പെൺകുട്ടികളെയും സ്ത്രീകളെയും അങ്ങനെ ആർക്കും വിട്ടുകൊടുക്കാനൊന്നും വിചാരിച്ചിട്ടില്ല. എല്ലാ ചിഹ്നങ്ങളും അഴിച്ചു വെച്ചിട്ടല്ല. നാഷണൽ യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾ പോവുക, ഇന്ദ്രപ്രസ്ഥത്തിലെ യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾ പോവുക. അവിടെ ഹിജാബിന്റെ നിക്കാബിന്റെ പരിശുദ്ധിയിൽ പഠിക്കുന്ന പെൺകുട്ടികളെ നിങ്ങൾ കാണും. എയിംസിലേക്ക് നിങ്ങൾ പോവുക, ജിപ്മറിലേക്ക് നിങ്ങൾ പോവുക, IIT-കളിലേക്ക് നിങ്ങൾ പോവുക, NIT-കളിലേക്ക് നിങ്ങൾ പോവുക, ഇവിടെയുള്ള ഹോസ്പിറ്റലുകളിലേക്ക് നിങ്ങൾ പോവുക, എഞ്ചിനീയറിംഗ് ഫേമിലേക്ക് നിങ്ങൾ പോവുക, IT പാർക്കുകളിലേക്ക് നിങ്ങൾ പോവുക.
ടീച്ചിങ് സ്ഥാപനങ്ങളിലേക്ക് നിങ്ങൾ പോവുക. ഇസ്ലാമിന്റെ ചിഹ്നം അഭിമാനപൂർവ്വം ധരിക്കുന്ന പെൺകുട്ടികളുണ്ട്. കഴിഞ്ഞ 3 ദിവസം വെള്ളി, ശനി, ഞായർ നമ്മുടെ പ്രൊഫ്കോൺ എന്ന് പറഞ്ഞ പരിപാടിയായിരുന്നു. മനോഹരമായ സെഷനുകളിലൂടെ പെൺകുട്ടികളാണൊക്കെ പൊളിച്ചടുക്കിയത്. ഓരോ പോയിന്റും പൊളിച്ചടുക്കിയത് പെൺകുട്ടികളാണ്. അതിന് പെൺകുട്ടികൾക്ക് കഴിയാത്തൊരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് അവിടുന്ന് പോയി നമ്മളൊക്കെ പണ്ട് അവതരിപ്പിച്ചിരുന്ന വിഷയം അതിമനോഹരായിട്ട് അവര് നമ്മളെക്കാളും ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്ന കാണുമ്പോഴേ ഭയങ്കര അഭിമാനം തോന്നി. കഴിഞ്ഞ പ്രൊഫ്കോൺ ഞാൻ അവതരിപ്പിച്ച വിഷയം 2 പെൺകുട്ടികൾ പ്രസന്റിൽ കണ്ടു. ഞാൻ ഓരോരുത്തന്ന് നോട്ട് എടുത്തു. നിങ്ങൾ എന്താ മനസ്സിലാക്കിയേ? ഇസ്ലാം വിമർശകർ എന്താ മനസ്സിലാക്കിയേ? അപ്പോ ഇതങ്ങനെ ഒതുങ്ങി കിട്ടുന്നതാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഞാൻ പറയാണ്, നമ്മുടെ പ്രവാചകൻ നിർദ്ദേശിച്ച ഇത്തരം നിർദ്ദേശങ്ങളൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ അതിൽ ഒരുപാട് ഹൈറ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സൂക്ഷ്മതയോടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകും. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബിന്റെ കൽപ്പനകൾ ജീവിതത്തിലുടനീളം പാലിക്കണേ എന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. നമ്മൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. കുടുംബ സംവിധാനത്തിൽ നമ്മുടെ ടോണ് മാറണം, നമ്മുടെ ശൈലി മാറണം. ആ ടോണ് ശൈലി മാറിയാൽ, ഒന്ന് ഒരാൾ വർത്താനം പറയുമ്പോൾ ഒച്ച കൂടിയ മറ്റൊരാളൊന്ന് ഒതുങ്ങി കൊടുത്താൽ വിഷയം ക്ലിയർ ആയി. ഇപ്പോൾ പൊതുവെ ആണുങ്ങൾക്കുള്ള ഒരു പരാതി ഉണ്ടാവും ഇന്നത്തെ ഖുത്ബിനെ കുറിച്ച്, നമ്മളോട് മാത്രമാണല്ലോ പറഞ്ഞത്, അടുത്ത വെച്ച് ബാക്കി പറയുള്ളത് അവരോട് പറയാം. ഒരു ഖുത്ബയിൽ ഉൾക്കൊള്ളുന്ന കാര്യമല്ലേ പറയാൻ പറ്റുള്ളൂ. പിന്നെ എപ്പോഴും വിവേകത്തിന്റെ പ്രതീകമാകേണ്ടത് കുടുംബത്തെ നയിക്കുന്ന ആളാണ്. അരിജാൽ ഖവ്വാമുന അലൻ നിസ എന്ന് പറഞ്ഞാൽ അതാണ്. പുരുഷന് മേൽ സ്ത്രീക്കൊരു ഇടം കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. റെസ്പോൺസിബിലിറ്റി ഉള്ള ആള് കൂടുതൽ ശ്രദ്ധയോടെ വിഷയം കൈകാര്യം ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകണം. ഇൻഷാ അല്ലാഹ് ഈ സ്വഭാവത്തെയും പെരുമാറ്റത്തെയും ദേഷ്യത്തെയൊക്കെ നിയന്ത്രിക്കാനുള്ള കുറേ ഐഡിയകളുണ്ട്, കുറേ വഴികളുണ്ട്. പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. വളരെ സയൻസിന്റെ ടെക്സ്റ്റ് ബുക്കുകളിൽ ഉണ്ടാകും. അത് കറക്റ്റ് കണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത റസൂലിന്റെ ഹദീസും പോരും. അത്ര മനോഹരമായ സംഗതികൾ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് പഠിക്കുക, നമ്മൾ വിഷയത്തെ നന്നായി പഠിച്ച് സമീപിക്കുക. നമ്മളിപ്പോ ഈ ചുറ്റുപാടൊക്കെ ഒരുപാട് അപ്പുറത്തെ പള്ളിയിൽ ഇപ്പുറത്തെ പള്ളിയിലൊക്കെ ആൾക്കാർ വെള്ളിയാഴ്ച കൂടിയിട്ടുണ്ട്. ഓൽക്ക് ഇപ്പം എന്തായിരിക്കും കിട്ടിയിട്ടുണ്ടാകുക? ഓൽക്ക് ഒരുപാട് കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ബാത്തത്തുൽ മിസ്രി വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ നല്ല അടിപൊളി ഖുത്ബയാണ്. പക്ഷെ അത് മനസ്സിലാവില്ല ആൾക്കാർ, അല്ലേ? അത് മനസ്സിലായ ആളുകൾ എന്നുള്ളവർക്ക് നമുക്കത് പറയാൻ പറ്റണം. നമ്മളെ ഭാര്യന്റെ സഹായം നമ്മൾ തേടണടി. ഞാൻ എന്നോട് ദേഷ്യം പിടിക്കുമ്പോൾ ഒന്ന് ഓർമ്മാക്കുകൊണ്ട് നിങ്ങൾ കേട്ട ഖുത്ബ എന്ന് ഒരു വാക്ക് പറഞ്ഞാൽ മതി, അപ്പോ ഞാൻ ശരിയായിക്കൊണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റണം. അല്ലെ പരലോകം പോകും സഹോദരന്മാർ. എപ്പോൾ വേണമെങ്കിലും അവസാനിക്കാവുന്നതാണ് ജീവിതം എന്ന് മനസ്സിലാക്കി ജീവിതം ചിട്ടപ്പെടുത്ത അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അവന്റെ മൂമിനുകളിൽ, മുഖ്ലിസുകളിൽ, മുത്തഖീങ്ങളിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ മഹത്തായ വാക്യത്തെ അല്ലാഹു നമുക്ക് മനസ്സുറപ്പോടെ അത് ഏറ്റെടുത്ത് മുന്നോട്ടുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. വർഗീയവാദികൾക്കും സംഘപരിവാരത്തിനും ഇടം കിട്ടുന്ന എല്ലാ സാഹചര്യങ്ങളെ അല്ലാഹു ഇല്ലാതാക്കുമാറാകട്ടെ. മതേതര ചേരിക്ക് ശക്തമായി മുന്നോട്ട് പോകാനുള്ള സാഹചര്യത്തെ അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات، اللهم اعز الاسلام والمسلمين واذل الشرك والمشركين، ربنا آتنا في الدنيا حسنه وفي الاخره حسنه، ربنا وقنا عذاب النار. امين امين برحمتك يا ارحم الراحمين. والحمد لله رب العالمين.